നമ്മുടെ കൂടെയുള്ളത് പ്രൊഫഷണൽ വിങ്ങിൻ്റെ സംസ്ഥാന ചെയർമാനും ചെയർമാൻ ബഹുമാനായ ഷമീൽ അരീക്കോട്, കൺവീനർ ബഹുമാനായ യൂനുസ് പട്ടാമ്പി, രണ്ടാളും നമ്മുടെ കൂടെയുണ്ട്. 150 ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ വെച്ചാണ് നമ്മൾ ആദ്യമായി ഇതിൻ്റെ ഒരു പ്രഖ്യാപനം നടന്നത്. അതെ, യഥാർത്ഥത്തിൽ അതിനേക്കാൾ മുമ്പ് പ്രൊഫൈസ് 4ാം എഡിഷൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് അതിൻ്റെ ഏറ്റവും 1-ാം തീയതി മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി ആലോചിച്ച, അതിനെ ഏറ്റവും ചുക്കാനും പിടിക്കാനും മുന്നിലുണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ബഹുമാനായ ഷമീൽ അരീക്കോടാണ് ചെയർമാൻ, പ്രൊഫഷണൽ വിങ്ങിൻ്റെ ചെയർമാൻ. അദ്ദേഹം കഴിഞ്ഞ ടേമിൽ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. കൂടെ നമ്മുടെ കൺവീനർ യൂനുസ് പട്ടാമ്പിയാണ്. സ്വാഗതം വരും. നമ്മുടെ 4ാമത്തെ എഡിഷന് ഏതാനും മിനിറ്റുകൾക്കകം നമ്മൾ തുടങ്ങുകയാണ്. ഒരു പ്രൊഫഷണൽ വിങ്ങിൻ്റെ ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് ഷമീൽക്ക ഇതുവരെയുള്ള ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളും അതിനെ വിലയിരുത്തുമ്പോൾ ഏതൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്? അസ്സലാമു അലൈക്കും. നമ്മൾ നേരത്തെ സഫീർ സൂചിപ്പിച്ചതുപോലെ ചെന്നൈയിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഫൈസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു വലിയൊരു കമ്മ്യൂണിറ്റിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. പല കാറ്റഗറിയിലെ ആളുകളെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു പ്രൊഫൈസിൻ്റെ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്ലാനിങ് തന്നെയാണ്. അത് നമ്മൾ പ്രഖ്യാപിക്കുന്നത് മുതൽ, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു തൊട്ട് മുമ്പ് നമ്മൾ ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ ഒരു ഇവൻ്റ് വരെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം, അതിൽ ആരൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം, എന്തൊക്കെ പ്രോഗ്രാമുകൾ ഇതിൻ്റെ ഭാഗമായി നമ്മൾ നടത്തണം, ആരൊക്കെ ഇതിലേക്ക് ക്ഷണിക്കണം, ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയ ബൃഹത്തായ ഒരു പ്രോഗ്രാം. മാത്രമല്ല നമുക്കറിയാം, പ്രൊഫൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റോറിയത്തിനുള്ളിലുള്ള കേവലം ഒരു പ്രോഗ്രാം അല്ല. നമ്മൾക്ക് ഇതിൻ്റെ കൂടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ പങ്കെടുക്കുന്ന പ്രൊഫഷണലുകളുടെ മക്കൾക്കുള്ള പ്രോഗ്രാമുകളുണ്ട് വ്യത്യസ്ത വെന്യൂകളിൽ. ഇങ്ങനെ തുടങ്ങുന്ന വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഒരുപാട് ആളുകളുടെ ആ ഒരു അധ്വാനത്തിൻ്റെ ഒരു അവസാനമാണ് പ്രൊഫൈസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഇന്നലെ നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊരു കേവലം ഒരു ദിവസത്തെ കൂടിച്ചേരലുമല്ല, മറിച്ച് ദിവസങ്ങളായി നടക്കുന്ന പ്രീ പ്രൊഫൈസ് പ്രോഗ്രാമുകളുടെ ഒരു പര്യവസാനമാണ് ഇവിടെ ഉള്ളത്. യൂനുസ്ക, നമ്മളിവിടെ പ്രൊഫൈസ് സൂചിപ്പിക്കപ്പെട്ടത് ഇന്ന് ആരംഭിക്കുകയാണ്. എന്നാൽ പ്രൊഫൈസ് എന്നുള്ളത് ആളുകൾ ഇപ്പോൾ കാണുന്ന ഇന്നും നാളെ നടക്കുന്ന പ്രോഗ്രാമല്ല. ഇതിൻ്റെ പ്രീ പ്രോഗ്രാമുകൾ, ചെന്നൈയിൽ പ്രഖ്യാപനം മുതൽ ഇതുവരെ നടന്ന പ്രീ പ്രോഗ്രാമുകൾ അതിൻ്റെ ഒരു ഏത് രൂപത്തിലാണ്, ജില്ലകളിലൊക്കെ എങ്ങനെയൊക്കെ പ്രോഗ്രാമുകൾ നടന്നതെന്ന് ചുരുക്കി പറയാൻ പറ്റും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞു, പ്രൊഫൈസ് ഓഗസ്റ്റ് മുതലാണ് നമുക്ക് തുടങ്ങിയത്. അതിൻ്റെ അനൗൺസിങ് ചെന്നൈയിൽ നിന്ന് തുടങ്ങി. അതിനുശേഷം വിവിധ ജില്ലകളിലായി നമ്മളെ ഇതിൻ്റെ ഒരു പ്രധാന പ്രീ പ്രോഗ്രാമുകളായി വന്നിട്ടുള്ളത് ഫോക്കസുകളാണ്. ഓരോ ജില്ലയിലും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രൊഫഷണലുകളും അവരുടെ കുടുംബങ്ങളും ഒത്തുചേർന്ന് ഒരു നിശ്ചിത സമയത്തേക്ക് അവരുടെ കുട്ടികളെ അവർക്ക് സെപ്പറേറ്റ് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഫോക്കസുകൾ സംഘടിപ്പിക്കപ്പെട്ടു. അതിന് എല്ലാ മാസങ്ങളിലും ഓരോ ജില്ലകളിൽ ഫോക്കസുകൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. കൂടാതെ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രോഗ്രാമായിരുന്നു ഡോക്ടേഴ്സ് കോൺഫറൻസ്. പെരിന്തൽമണ്ണയിൽ വെച്ച് ഡോക്ടേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു ഫോക്കസിനെ കുറിച്ച് എനിക്കൊന്നും ചേർത്ത് പറയണമെന്ന് തോന്നുന്നു. പ്രൊഫൈസിൻ്റെ ഭാഗമായി മാത്രം നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ല ഫോക്കസ്, അല്ലേ? അതെ, എല്ലാ ജില്ലകളിലും എല്ലാ മാസവും നടക്കുന്ന പ്രൊഫഷണലുകളുടെ ഒരു സംഘം മീറ്റപ്പാണ് യഥാർത്ഥത്തിൽ പ്രൊഫൈസ് എന്നുള്ളത്. ഈ വേവ്സിൻ്റെ ശബ്ദം കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ പ്രൊഫഷണലുകളാണെങ്കിൽ നിങ്ങളുടെ ജില്ലകളിൽ ഫോക്കസുകൾ എല്ലാ മാസങ്ങളിലും ഇനി ഇൻഷാ അല്ലാഹ് പ്രൊഫൈസിന് ശേഷം ഒരുപാട് പദ്ധതികൾ വരും. അപ്പോഴൊക്കെ നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താം. കണ്ടിന്യൂ. അതെ, നമ്മൾ ഡോക്ടേഴ്സ് കോൺഫറൻസ് പെരിന്തൽമണ്ണയിൽ നമ്മൾ വളരെ ഭംഗിയായി അത് സംഘടിപ്പിക്കപ്പെട്ടു. അതിനുശേഷം എറണാകുളത്ത് വെച്ച് എൻജിനീയേഴ്സ് കോൺഫറൻസ്, നമ്മൾ കേരളത്തിലെ മുഴുവൻ എൻജിനീയർമാരെയും നമ്മൾ പേഴ്സണലായി അവരെ ക്ഷണിച്ച് ആ ഒരു പ്രോഗ്രാമിൽ നല്ല ഒരുപാട് കണ്ടൻറ്റുകൾ, ഒരുപാട് നല്ല ടോപ്പിക്കുകൾ ഡിസ്കഷന് വന്നു. എറണാകുളത്ത് വെച്ചിട്ടാണത് പ്രോഗ്രാം ഉണ്ടായത്. അതിനുശേഷം സിവിൽ എൻജിനീയേഴ്സിന് മാത്രം സിവിൽ എൻജിനീയറിംഗ് കോൺഫറൻസ് പറഞ്ഞിട്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ തിരൂർ വെച്ച് നമ്മൾ അവർക്കുള്ള ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഇത്തരം പ്രധാന പ്രോഗ്രാമുകളാണ് നമ്മൾ ഇതിന് മുമ്പായിട്ട് സംഘടിപ്പിക്കപ്പെട്ടത്. കൂടാതെ ലീഗൽ പാനൽ ഡിസ്കഷൻ നമ്മൾ മഞ്ചേരി വെച്ച് സംഘടിപ്പിക്കുന്നുണ്ടായി. അഡ്വക്കേറ്റ്സ് ഇതെല്ലാം പ്രൊഫൈസിൻ്റെ ഒരു പ്രീ വർക്കുകൾ എന്നുള്ള നിലയിൽ
സംഘടിപ്പിക്കപ്പെട്ട പ്രധാന പ്രോഗ്രാമുകളാണ്. ഒരു വലിയ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും അതിൻ്റെ തുടക്കത്തിൻ്റെ സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ഇവിടെയുള്ളൊരു ഒരുക്കങ്ങൾ ഇനി നമുക്ക് ഇൻഷാ അല്ലാ ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടന സെഷനിലും ഓപ്പൺ ഡയലോഗിലും പങ്കെടുക്കാനുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാളെ രാവിലെ 8:20 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഫൈസിൻ്റെ പ്രധാന കോൺഫറൻസ് നാളെയാണല്ലോ നടക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള ആളുകൾ ഇപ്പോൾ യാത്രയിലാണ്. അപ്പോൾ അങ്ങനെ ആയിരങ്ങൾ അവരുടെ മക്കളും കുടുംബവും ഒന്നിച്ച് വരുമ്പോൾ സ്വീകരിക്കാനുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്? നമ്മൾ ഇതൊരു ഫാമിലി കോൺഫറൻസ് ആണല്ലോ. അപ്പോൾ കുടുംബമുണ്ട്, സ്ത്രീകളുണ്ടാകും, വിവിധ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാകും. അപ്പോൾ ഇവർക്കൊക്കെ എല്ലാമുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം കുട്ടികളെ 4 വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ അവരെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേരൻസിന് വളരെ സൗകര്യത്തോടു കൂടി മെയിൻ വെന്യൂവിലുള്ള പ്രോഗ്രാമുകൾ കാണാൻ പറ്റും. കുട്ടികൾക്കും ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കൊരു കുറച്ച് അഡ്വൈസസുകൾ കിട്ടുക, നല്ലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഒരു പക്ഷേ പല കുട്ടികൾക്കും ഇതൊരു ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും. ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള 3 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികളെ മുതൽ നമ്മൾ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള വ്യത്യസ്ത വെനുകൾ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ചെറിയ കുട്ടികൾക്ക് സ്വീറ്റ് ബഡ്സ് എന്നുണ്ട്. അതിന് ശേഷമുള്ള ഒരു LP ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ബട്ടർഫ്ലൈസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. UP പ്രായത്തിലുള്ള കുട്ടികൾക്ക് ലിറ്റിൽ വിങ്സ് ഉണ്ട്. ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ടീൻ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വർക്കുകളും അതിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ നിൽക്കുകയാണ്. അതിഥികൾ ഓരോരുത്തരും യാത്ര പുറപ്പെട്ടു. പല ആളുകളും നമുക്ക് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന സമയത്ത് പുറപ്പെടും, ട്രെയിനാണോ ബസ്സാണോ എന്നുള്ളൊക്കെ അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ഇൻഷാ അല്ലാ ഇവർക്ക് എല്ലാവർക്കും സംതൃപ്തി നൽകുന്ന ഒരു പ്രോഗ്രാം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ ഒരു ഫുൾ ഡേ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയാ വീട്ടിലെ മക്കളെ ഒറ്റക്കാക്കിയിട്ട് എങ്ങനെ പോരുന്നുള്ളതാണ്. പക്ഷേ അതിനുള്ളൊരു പരിഹാരമുണ്ട്. 3 വയസ്സ് മുതലുള്ള കുട്ടികളെ മുതൽ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് പ്രോഗ്രാം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ പ്രൊഫൈസിൽ പങ്കെടുത്ത ആളുകൾക്ക് നല്ല അനുഭവം പറയാനുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എറണാകുളത്തുള്ള നമ്മളൊരു സുഹൃത്ത്, ഒരു പ്രൊഫഷണലാണ്, അദ്ദേഹം പറഞ്ഞത് അഡ്ലക്സിൽ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മക്കൾ ചോദിക്കുകയാണ് പ്രൊഫൈസ് ഇനി എപ്പോഴാണ്. അവരാണ് ഇങ്ങോട്ട് ചോദിക്കേണ്ടത്, അവർക്ക് ബട്ടർഫ്ലൈസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ പ്രോഗ്രാം മാഷാ അല്ലാ നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഈ പ്രൊഫൈസിന് രജിസ്റ്റർ ചെയ്തൊരു ഫാമിലിക്ക് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ അവരുടെ കുട്ടി ഈ പ്രൊഫൈസിന് ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്ക് ആ ഫാമിലി നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. പ്രൊഫൈസിന് വന്നിട്ട് അവനു വല്ലാതെ ആസ്വദിച്ചു. അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു യാത്രക്ക്. നമ്മുടെ വിസ്ഡം ഗ്ലോബൽ TVയുടെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ കഴിഞ്ഞ വർഷത്തെ വിവിധ പ്രോഗ്രാമുകളുടെ വീഡിയോസ് നമുക്ക് ലഭ്യമാണ്. ഏതായാലും നമ്മളെ ഈ അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ നാളെയാണ് യഥാർത്ഥത്തിൽ ഒരു പ്രധാന പ്രോഗ്രാം നടക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞു ചെന്നൈയിൽ നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ഇനി നാളെ ഇവിടെ എത്തുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം നാളെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയുള്ള രജിസ്ട്രേഷൻ വർക്കുകളാണ്. ഈ രജിസ്ട്രേഷൻ വർക്കുകളുടെ നമ്മുടെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്, നമ്മുടെ എത്ര ആളുകൾ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറയാൻ പറ്റും? നമ്മൾ അനൗൺസിങ് കോൺഫറൻസിന് ശേഷം സത്യം പറഞ്ഞാൽ ഓരോ ആളുകളെ അന്ന് മുതൽ ഈ നായനാർ അക്കാദമിയിലേക്ക് ആളുകളെ എങ്ങനെ ഇവിടെ എത്തിക്കാം, അവരുടെ യാത്രകളും എങ്ങനെ പ്ലാൻ ചെയ്യാം, ഇതൊക്കെ ആളുകളെ ശരിക്കും ബോധവൽക്കരിച്ച് ഈ പ്രോഗ്രാമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഓരോ ആളുകൾ പ്രൊഫഷണൽ മേഖലയിൽ പൊതുവെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളവരെന്നാണ് അറിയപ്പെടുക. അവർ ആ തിരക്കിനിടയിൽ പ്രൊഫഷണൽ മേഖലയിൽ തന്നെ ജോലികളും അതുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇവരെ കാണാനും അവരെ ക്ഷണിക്കാനൊക്കെ വേണ്ടി പോകുന്നത്. അവരുടെ ഒരു ഫ്രീ ടൈം നോക്കി അപ്പോയിൻമെൻ്റ് എടുത്ത് അവരെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഇതിൻ്റെ മുൻ പ്രോഗ്രാമുകളൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തി അവരെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാ ആയിരങ്ങൾ നാളെ ഇവിടെ എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. കുറേ ആളുകൾ ഈ പ്രോഗ്രാം അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇന്ന് പ്രോഗ്രാമിൽ നാളത്തെ പ്രോഗ്രാം ഇന്ന് എത്തിയൊരു സുഹൃത്തുണ്ട്, ഒരു ഡോക്ടറാണ്, അദ്ദേഹം പെരിന്തൽമണ്ണയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പോൾ അതിവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സീനിയറായി MESൽ പഠിച്ചിരുന്ന ഒരു ഡോക്ടർ, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തെ വെറുതെ വിളിച്ചു പ്രൊഫൈസ് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മുമ്പ് നിന്നാണ് ഫോൺ വിളിച്ചത്.
അപ്പോൾ ഞാനിവിടെ കണ്ണൂരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു, ആ. പ്രൊഫൈസർ ഒന്നായിരിക്കും അല്ലേ, ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. മാഷാ അല്ലാ. നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ്റെ ഒരു പിന്നെ പ്രോസസ്സ് എന്താണ് എന്ന് പറഞ്ഞല്ലോ. അത് ഈ മുതിർന്ന ആളുകളെ മാത്രമല്ലല്ലോ, നമ്മുടെ ഇതിൽ എല്ലാ വെന്യൂവിലേക്കുള്ള പിന്നെ പങ്കെടുക്കേണ്ട പ്രതിനിധികളെയും രജിസ്ട്രേഷൻ വഴി തന്നെയാണല്ലോ അല്ലേ? അതെ, ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫാമിലിക്ക് ഒരു രജിസ്ട്രേഷൻ എന്ന നിലയിലാണ് നമ്മളിതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം ഒരാൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെ കൂടെ അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മളെ കുട്ടികൾ ഏതൊക്കെ പ്രായത്തിലുള്ള കുട്ടികളാണ്, നമുക്ക് ആ കാര്യങ്ങളടക്കം ചേർത്ത് നമ്മളെ ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത് ആ ഒരു ഡാറ്റാബേസും കൂടെ നമുക്ക് കിട്ടുന്ന രൂപത്തിൽ അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ, ഏതൊക്കെ രൂപത്തിലുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്നതിനുള്ള കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അതിൻ്റെ രജിസ്ട്രേഷൻ വർക്കുകൾ മുന്നോട്ട് പോയത്. അവർ രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല, അവരുടെ രജിസ്ട്രേഷൻ്റെ ഒരു നാളെ എത്തുന്ന ഒരു കൺഫർമേഷൻ അടക്കം എടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ വർക്ക് ശരിക്കും അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോഴും. പ്രോഗ്രാം ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ ഒന്നാമത്തെ ദിവസം ആരംഭിക്കാൻ പോവുകയാണ്. ചില ആളുകൾ ഇപ്പം തിരുവനന്തപുരത്ത് നിന്നൊക്കെ പുറപ്പെട്ടുള്ള ആളുകൾ അവർക്ക് നാളെയാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഇന്നത്തെ പ്രോഗ്രാം ചിലപ്പോൾ അവർ ഓൺലൈനിലാവും കാണുന്നുണ്ടാവുക. എന്തായാലും ആ നാളെ എത്തുന്ന ആളുകൾക്കടക്കം ഉള്ള ക്രമീകരണങ്ങൾ നമ്മളിവിടെ ഇൻഷാ അല്ലാഹ് വരുത്തിയിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ വിശാലമായൊരു സമ്മേളനം നാളത്തെ ഒരു പകൽ ഏകദേശം ഒരു 8:20 തുടങ്ങി ഒരു 5 മണിയോടുകൂടി അവർ നമ്മുടെ അടുത്ത് നിന്ന് തിരിച്ചു പോകുന്ന ഒരു രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കഴിഞ്ഞ പ്രോഗ്രാമുകൾ 3 എഡിഷൻ എടുത്ത് നോക്കിയാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സമ്പന്നത ശരിക്കും എല്ലാവർക്കും മനസ്സിലാകും. ഈ പ്രോഗ്രാമിൽ വന്ന ആളുകൾ ഇവിടെ വന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവരൊരു സമ്മേളനത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോയി എന്നതിൻ്റെ അപ്പുറത്ത് അവർ തുടർന്നും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഫോളോ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ? നമുക്ക് നമുക്കറിയാം, ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കേവലം സമ്മേളനമല്ല. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരുപാട് സമ്മേളനങ്ങൾ നടക്കും, ഓഡിറ്റോറിയങ്ങളിൽ വരും, പിന്നെ ഒരുപാട് ആളുകൾ സംസാരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഇതൊരു സമ്മേളനത്തിലപ്പുറത്ത് ഈ കുടുംബത്തിന് മൊത്തത്തിൽ അവർക്ക് ആവശ്യമുള്ള ഒരുപാട് അഡ്വൈസുകൾ കിട്ടുന്നുണ്ട്. പുതിയ കുറേ റിയലൈസേഷൻസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ പിന്നെ മുതിർന്നവർ വരെ പിന്നെ ഓരോ വെന്യൂവിലാണ് അവർക്ക് വേണ്ടി പ്രത്യേകം പാക്ക് ചെയ്ത പ്രോഗ്രാമുകൾ ഒരു മിനിറ്റ് പോലും നമുക്ക് നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ പിന്നെ അത്രയും നല്ലൊരു പ്രോഗ്രാം ഓരോ വെന്യൂവിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പങ്കെടുക്കുന്ന ഏതൊരാൾക്കും ഏതൊരു കുട്ടിക്കായാലും അതൊരു വലിയ അനുഭവം തന്നെയായിരിക്കും ഈ ഒരു സംഘം.